ഹായ്, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലെയിനാണ്. സാധാരണ നമ്മളുടെ പുതിയൊരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മളുടെ ഫ്രണ്ട്സുകളോ മറ്റോ അവരുടെ കൊണ്ടോ നമ്മളുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നു പോകുന്നത്. ഇതുകൊണ്ടുള്ള പ്രശ്നം പല കൂട്ടുകാർക്കും അറിയാതെ പോകുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ട് നമ്മൾ വർഷങ്ങളോളം യൂസ് ചെയ്യുമായിരിക്കാം. പല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പല ഐഡികൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മളെ ജിമെയിൽ അക്കൗണ്ട് കൊടുത്തു, വെരിഫൈ ചെയ്തു, നമ്മളെ ബയോഡാറ്റ മുഴുവനായിട്ട് കൊടുത്തു ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ നമ്മളുടേതായ ആ ജിമെയിൽ അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ആവശ്യപ്പെടില്ല. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നം, ഈ ക്രിയേറ്റ് ചെയ്ത ആളുടെ കയ്യിൽ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡും യൂസർ നെയിമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ഫോണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ബാക്കപ്പ് ചെയ്യുവാൻ സാധിക്കും. നമ്മളുടെ ഫോണിൽ എന്തൊക്കെ ഫോട്ടോസുകളുണ്ടോ, എന്തൊക്കെ വീഡിയോസുകളുണ്ടോ, അത് വേറൊരാളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഷോ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളായിരിക്കും, ജീവിതത്തിൽ തീരാ നഷ്ടമായിരിക്കും. ഒരിക്കലും അത് മായാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കയ്യിലുള്ള ജിമെയിൽ അക്കൗണ്ട് ഒരിക്കലും ഒരു സേഫായ ഒരു അക്കൗണ്ടായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം വേറൊരാൾ ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിരിക്കണം. ഞാനിവിടെ കാണിക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പാസ്വേഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലീസ് വാച്ചിങ് ഇറ്റ്.